നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. രേണു സുധിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കിച്ചു ഒരു യൂട്യൂബർക്ക് കൊടുത്തിട്ടുള്ള റെസ്പോൺസിൽ രേണുവിൻ്റെ ഒരു ചാറ്റ് പുറത്തു വിട്ടിരുന്നു. സബ്സ്ക്രിപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കിച്ചു രേണുവിനോട് പറഞ്ഞിട്ടുള്ള കാര്യം, രേണുവിൻ്റെ റെസ്പോൺസും ആയിട്ട് കിച്ചു ഒരു വീഡിയോ പുറത്തു വിട്ടതിൻ്റെ പുറകിൽ അതിന് റെസ്പോൺസ് വീഡിയോ ആയിട്ട് രേണു ഈ ഒരു അവസ്ഥയിലും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഈ വിഷയത്തിൽ ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. കിച്ചു ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് രേണുവിൻ്റെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് ഉണ്ടാവും എന്നുള്ളതും ആ റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് ഐ വാസ് ലൈക്ക് സീരിയസ്ലി ഞാൻ പ്രതീക്ഷിച്ച അത്രയും ഉണ്ടായില്ല. ഞാൻ പ്രതീക്ഷിച്ചത് വേറൊരു കാര്യമായിരുന്നു. പക്ഷേ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ള അറിയില്ല. ഒരു താക്കീത് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ളൊരു താക്കീത്, ശക്തമായിട്ടുള്ളൊരു ഭീഷണിയുടെ സ്വരം രേണുവിൻ്റെ ഭാഗത്തുള്ള പോലെ എനിക്ക് തോന്നി. ഈ വിഷയങ്ങളൊന്നും നമുക്കൊരു പൂർണ്ണ ആരോഗ്യവതിയായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഞാൻ വേറെ രീതിയിൽ സംസാരിച്ചിരുന്നത്. പക്ഷെ നമുക്ക് പല കാര്യങ്ങളും ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അവരുടെ അസുഖത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് പല കാര്യങ്ങളും ആ ഒരു രീതിയിൽ സംസാരിക്കുന്നത്. ഞാൻ അവരെ എതിർത്ത് സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല. അവർ വളരെ ടഫ് ടൈംസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷീ നീഡ്സ് ടു ടേക്ക് റെസ്റ്റ്. അപ്പോൾ അവരുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുക, കുറച്ച് ദിവസം സോഷ്യൽ മീഡിയയിൽ നിന്ന് നമ്മളറിയില്ല, നമുക്കൊരു പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജോലിയാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും കുറച്ച് കാലം അതിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കില്ലേ. മനസ്സിന് ബുദ്ധിമുട്ടൊന്നും വരുത്താത്ത രീതിയിലുള്ള കാര്യങ്ങളിൽ മാറി നിൽക്കുന്ന ഒരു സംഭവം. ഇനി എന്ത് തന്നെയാണെങ്കിലും അവർ കുറച്ച് ദിവസം ഒരു ബ്രേക്ക് എടുത്തിട്ട് വിട്ട് നിൽക്കുകയായിരിക്കും അവർക്ക് നല്ലത്. പ്രത്യേകിച്ച് അവർ പണ്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം അതിന് പറ്റിയൊരു സമയമല്ല എന്ന് അവരോട് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നല്ല വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ല വീഡിയോസിനൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നല്ലോ. നമ്മളൊന്നും ആ സമയത്ത് ആരും ഇരുന്ന് ചർച്ച ചെയ്തിരുന്നില്ല. പക്ഷെ അപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സംസാരത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് കിച്ചു ഒന്ന് സംസാരിച്ചിട്ടുള്ളത്. ഹി ഹാഡ് ടു കം ആൻഡ് ടോക്ക്. അതാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അവരുടെ വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യാം. പക്ഷെ ആ വീഡിയോയിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അവരൊരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ പറയാം, ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. രേണുവിൻ്റെ അവസ്ഥ കഷ്ടമാണ്. അത് ഇപ്പോൾ പറയാം, നമ്മളിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞാണ്. പക്ഷേ ഇവർ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മളെന്താ ചെയ്യുക? കാണുന്നവരെന്താ ചെയ്യുക? ബിക്കോസ് വെൽവിഷേഴ്സായിട്ട് ഇരിക്കുന്ന ആൾക്കാർ പോലും കഴിഞ്ഞ പ്രാവശ്യം കിച്ചുവിനെതിരെ രേണു പറഞ്ഞത് കേട്ട് തിരിഞ്ഞു. ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഇന്ന് അവരുടെ ഒരു കമൻറ്റ് ബോക്സ് എടുത്തു പോകും. കഴിഞ്ഞ ആഴ്ച അവർ ഈ ക്യാൻസർ റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് അവരുടെ കമൻറ്റ് ബോക്സ് ആണ് എല്ലാം ഞാൻ പറയുന്നില്ല. പക്ഷേ ആൾക്കാർ അവരെ ജഡ്ജ് ചെയ്ത് അവരുടെ വിഷമത്തിൽ അവരെ കൂടെ നിന്നു. ഇന്ന് ആ കമൻറ്റ് ബോക്സ് നോക്കി നോക്കുന്നുണ്ട്. അവരുടെ തന്നെ വീഡിയോ, വേറെയുള്ള ആൾക്കാർ ചെയ്യുന്ന വീഡിയോ അല്ല, അവർ പറഞ്ഞിട്ടുള്ള അവരുടെ ഓഡിയൻസിനെ കാണുന്ന ആൾക്കാരുടെ അടിയിൽ നോക്കി നോക്കുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ കിച്ചുവിനെ അനാവശ്യമായിട്ട് ഇതിലേക്ക് വലിച്ചഴിച്ചു, അവനവൻ്റെ പാടും നോക്കി പോവായിരുന്നു. എന്തോ ആയിക്കോട്ടെ, അവൻ കാണാൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി സോർട്ട് ഔട്ട്. ഇതിലേറെ ഒരു അസുഖം നിങ്ങൾക്ക് വന്നില്ലേ, അതിലേറെ വലിയൊരു വിഷമം ഉണ്ടായിരിക്കും ഒരു പക്ഷേ മക്കളെ കാണുന്നത്. പക്ഷെ അതൊന്നും തോന്നുന്നില്ല, കാരണം അങ്ങനത്തെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പിന്നെ അവരിടയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ. കാരണം എന്താ വെച്ചാൽ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. എനിക്കറിയില്ല, ഒരു അമ്മയും മകനുമാണ്, നേരിട്ടുള്ള അമ്മയല്ല, നേരിട്ടുള്ള മകനല്ല. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്തോ ഒരു അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം അതുകൊണ്ടാണ് അവർ ആ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ. ഇനി മറ്റുള്ള കേസുകളാണോ, അവൻ്റെ സ്റ്റേഷൻ കേസാണോ അറിയില്ല. നമുക്ക് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കണ്ട എന്ന് ഓർത്തിരിക്കുമായിരുന്നു. അതായത് ഞാനിപ്പം വയ്യാണ്ട് കിടക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീട്ടുകാർ തന്നെ എൻ്റെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വേറെ അതല്ല, കിച്ചു. വീട്ടുകാർക്ക് വേറെ പണിയൊന്നുമില്ലേ? അവരുടെ അടുത്ത് ആ മൊബൈലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അവരോട് റെസ്റ്റ് എടുക്കാൻ പറയൂ. ഇപ്പോൾ റെസ്റ്റ് എടുത്തിട്ട് മനസ്സൊക്കെ ക്ലിയർ ആക്കിയിട്ട് അസുഖത്തിനോട് ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരല്ലേ വേണ്ട. ആരോടെങ്കിലും വാശിയും വൈരാഗ്യവും വെച്ചിട്ട് എന്തിനാണ് വീട്ടുകാർ ഇവരത് എനിക്കറിയില്ല കേട്ടോ. എന്തിനാണ് ഇവരെ കൊണ്ടുപോയി കാണിക്കുന്നത്? വീട്ടുകാർ കാണിച്ചു കൊടുത്തിട്ട് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ പിടിച്ചു കൊടുക്കുന്നത്. അവർ ഷീസ് നോട്ട് സഫറിങ് ഫ്രം ഫീവറോ വയറ്റിളക്കോ ആയിട്ടുള്ള ഇരിക്കില്ലല്ലോ. അവർ വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാൻസർ പോലത്തെ അസുഖമായിട്ട് ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ട് അവർക്ക് ക്യാമറ പിടിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. സാറില്ല, പോട്ടെ, നീ പ്രാർത്ഥിച്ചിരിക്കുക, നീ വിട്, സാറില്ല, ദൈവം നമ്മളെ കൂടെ ഉണ്ടാവും, നമുക്ക് ഒരു സമയം വരും. ഇനി എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ തന്നെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പുറത്തു വിട്ടാൽ ഞങ്ങൾ ആരെയും വിശ്വസിക്കുന്നു? ഒരാൾ നിങ്ങൾ വിശ്വസിക്കില്ല. ഇനി എന്തെങ്കിലും കാര്യം ഇപ്പോൾ അവർ പറഞ്ഞ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ
ഇല്ലാതിരിക്കട്ടെ, ഉണ്ടെങ്കിൽ തന്നെ അവർ പുറത്തു വിട്ട് കഴിഞ്ഞാൽ ഒരാളവർ ഈ സമയത്ത് വിശ്വസിക്കില്ല. കാരണം അങ്ങനെയാണ് അവർ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതാരാണിത് ഇതിനൊക്കെ പറഞ്ഞു കൊടുത്തത്? എനിക്ക് അത് ക്യാമറയൊക്കെ കൊടുത്ത് ഇരുത്തിയ ആൾക്കാരോട് പറയാനുള്ളൂ. ഞാൻ അങ്ങനെ എനിക്കങ്ങനെ പറയണം. ഐ ഡോണ്ട് നോ വെദർ യു വിൽ അഗ്രി വിത്ത് മി ഓർ വാട്ട്. എനിക്കത്ര പറയാനുള്ളൂ. എൻ്റെ ഒരു തോട്ട് അതാണ്. ഈ സമയത്ത് അതല്ല ചെയ്യേണ്ടിയിരുന്നത്. കിച്ചു എന്നല്ല യഥാർത്ഥ പേര്, രാഹുൽ ദാസ്. കിച്ചു എന്ന് അവൻ്റെ അച്ഛനും വീട്ടുകാരൊക്കെ ഇട്ട പേരാണ്. ഇപ്പോഴത്തെ പുതിയ വിഷയം, ഞാൻ 1 മാസമായി ക്യാൻസർ ബാധിതയായിട്ട്, അതായത് എല്ലാവരും അറിഞ്ഞിട്ട് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് ചികിത്സ തുടങ്ങി. ഞാൻ കിടപ്പാണ്, നിങ്ങൾക്കറിയാം. ഞാൻ ഈ ഐസിയുലൊക്കെ ആയിരുന്നു, വന്നാൽ വയ്യാതെ കിടന്നു. 1 മാസമായിട്ട് എനിക്ക് സബ്സ്ക്രിപ്ഷനോ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ കുറ്റപ്പെടുത്തിയവർ പോലും അവർ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം. കാരണം ക്യാൻസർ എന്ന് പറയുന്ന രോഗം അങ്ങനെയാണ്. അപ്പം ആ സമയത്ത് ആ ഒരു സമയത്തൊന്ന് തിരിയാനുള്ള കാരണം നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ആണ്. നിങ്ങൾ അതിന് മുന്നെടുത്ത് നോക്കി നോക്കും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണ്. കിച്ചു എന്ന് പറഞ്ഞ കുട്ടീനെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. ഇസ് ദാറ്റ് എ പ്രോബ്ലം? ആയിട്ട് ഉണ്ടോ? കാരണം അതിനെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അവന് ഒരുപാട് പേര് സപ്പോർട്ടായിട്ട് ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അല്ലേ ഇത്? നിങ്ങൾ ആരുടെ റിലേറ്റീവ്സ് എന്നല്ല, നിങ്ങളെ സ്വന്തക്കാരല്ലല്ലോ ഈ വീഡിയോ കാണുന്നത്. നമ്മളെപ്പോലെ ഒന്നും ചിന്തിക്കുന്ന ആൾക്കാർ കൂടി അല്ല ഈ വീഡിയോ കാണുക. നാളുമായിട്ട് മിണ്ടാതിരുന്ന കിച്ചു എന്ന രാഹുൽ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൊണ്ടാണ് അമ്മയെ വെറുത്തന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും, കിച്ചുവിനെ പരിചയപ്പെട്ടതിനെ തുടർന്ന്, എന്ത് സുചേട്ടൻ മരിച്ചതിനെ തുടർന്ന് എന്ത് തുടങ്ങിയാലും ഞാനത് കിച്ചുവിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. തെളിവുണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു എന്തായാലും എൻ്റെ ചാറ്റ് പുറത്ത് വിട്ടല്ലോ, അപ്പൊ പിന്നെ എനിക്കും പറയണമല്ലോ, പറയേണ്ട കാര്യങ്ങൾ എനിക്കും പറയണം. ഞാൻ കിച്ചുവിനോട് പറഞ്ഞ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം എന്നെ പറ്റി അതാണല്ലോ പറഞ്ഞത്, സബ്സ്ക്രിപ്ഷൻ ആണല്ലോ ഇപ്പം മെയിൻ പ്രശ്നമായിട്ട് ഇപ്പം പറഞ്ഞത്. അപ്പൊ ആ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രം ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ കിച്ചുവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു സൺ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അപ്പൊ ഒരു സ്മൈലിയുടെ ചിഹ്നം കിട്ടപ്പോ കിച്ചു ആഹാ. അപ്പൊ ഞാൻ 500 സബ് കഴിഞ്ഞു കേട്ടോ. ആ തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി? നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ, മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ? ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് രേണു, ആ പയ്യനറിയോ? ഐ എം സോറി ടു സേ ദിസ്. ആ പയ്യനറിയോ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്? ഏതെങ്കിലും ഒരു മകൻ എക്സ്പെക്റ്റ് ചെയ്യുമോ? പ്രത്യേകിച്ച് നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു സ്ഥിതിയിൽ മകൻ അത് എക്സ്പെക്റ്റ് ചെയ്യുമോ? അല്ലാണ്ട് പിന്നെ നിങ്ങൾ ലിപ്സിൻ്റെ കാര്യം ഐ ഡോണ്ട് വാണ്ട് ടു സേ ദിസ്, പക്ഷെ എന്നാലും ഏതെങ്കിലും ഒരു മകൻ അത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് പറയുമോ? അല്ലാതെ ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുക എന്ന് പറയുമ്പോൾ മകൻ പറയേ, അമ്മയെ വേറൊന്നും കാണിക്കരുത് കേട്ടോ. അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല ദാറ്റ് നിങ്ങൾ ഇത്രയും എക്സ്ട്രീം എൻഡ് വരെ പോകുന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. ഈശ്വര, എനിക്ക് ഇവരെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരികയാണല്ലോ. ഞാൻ ചെയ്യാണ്ടാന്ന് വിചാരിച്ച കേസ് അതൊക്കെ ഞാൻ ഒഴിവാക്കി വിടാൻ വിചാരിച്ച കേസാണ്. പക്ഷെ ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് അവർ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അവർക്ക് കോൺട്രവേഴ്സി ഇപ്പോഴും വേണം. ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇപ്പോഴും കോൺട്രവേഴ്സി വേണം. അവർക്ക് ഫ്യൂവൽ അതാണ്. മറ്റേ പയ്യൻ അതല്ല ചെയ്ത്. ഞാൻ സൈഡിൽ നിന്ന് രണ്ട് സൈഡ് എടുത്ത് സംസാരിക്കില്ല. ബോത്ത് ആർ ഡിഫറെൻറ്റ്. പക്ഷെ അവൻ്റെ ടീഷർട്ടും വാരും പരിപാടിയും കാര്യങ്ങളും വീഡിയോസായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവരിപ്പോഴും പിന്നെ എനിക്ക് പറയുന്നതിന് വിഷമമുണ്ട്. ഇവരിപ്പോഴും കോൺട്രവേഴ്സി ആയിട്ട് പോവുകയാണല്ലോ. നമ്മളിപ്പോൾ അവസാനം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ പേഷ്യൻറ്റിനെ പറയുന്നു എന്നുള്ള കണ്ടീഷനിലായി പോവും. ബട്ട് ലുക്ക് വാട്ട് ഷീ ഈസ് ഡൂയിങ് ഓൺ സോഷ്യൽ മീഡിയ. ആ പയ്യൻ ഗുഡ് എന്ന് പറഞ്ഞു, അതാണ് പ്രശ്നം. അവൻ്റെ ചാറ്റ് കാണിക്കുന്നുണ്ട്. അവൻ ഗുഡ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ശരിയാണ്, അമ്മ ഒരു കാര്യം ചെയ്തു, ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അവർക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാനും ആ മകനെ നോക്കാനുള്ള കാര്യത്തിന് ഒരു പരിപാടി ചെയ്തു എന്നാവും അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. 600 കഴിഞ്ഞ് 180 രൂപയാണ്. അപ്പൊ കിച്ചു പറയാട്ടാ 180. നിങ്ങൾ കണ്ടോ ചാറ്റ് കണ്ടോ? നിങ്ങൾ ചാറ്റ് കാണും. കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഈ ചാറ്റ് കാണിക്കുന്നത് എന്തായാലും ഇവൻ താന്ന് പറയുന്നുണ്ട്. പൈസ കാരണം അവരെ തമ്മിലുള്ള ബന്ധത്തിന്റെ പുറത്താവും മാമ്പോ പറഞ്ഞതായിരിക്കും. ഷടാ, എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ട, കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് ബാക്ക് ഫയർ ചെയ്തു കേട്ടോ. ഇതും രേണുവിന് ബാക്ക് ഫയർ ചെയ്തു.
ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. മിണ്ടാതിരുന്നാൽ നിങ്ങളോടുള്ള റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 2 വാക്കിൽ അവസാനിപ്പിക്കുക, എന്നിട്ട് വേറെ വല്ല കാര്യങ്ങളും പറയാം. മോനെ സാരമില്ല കേട്ടോ, എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞിട്ട് വല്ല കാര്യങ്ങളും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇത് ഗ്രഡ്ജ് കാണിക്കേണ്ട സമയമോ വ്യക്തികളോ അല്ല. ഇത് ഭയങ്കരമായിട്ട് ഇവരെ 2 പേരുടെ മനസ്സിൽ ഞാൻ ഒരു കിച്ചുവിന് ഇത്ര ഇല്ലാതെ തോന്നുന്നു. അവൻ ഉണ്ടായിരിക്കുക കേട്ടോ, ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് അനുഭവിച്ചിട്ട് അവൻ ഉണ്ടായിരിക്കുക. ഇവർ മനസ്സിൽ വെച്ചിരിക്കുക. ഒന്നുകിൽ ഇവർ മനസ്സിൽ വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഇവർ ചുറ്റുമുള്ള ആൾക്കാർ ഇവർക്ക് നന്നായി ഓതി കൊടുക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പറയാണ്, ഇതൊക്കെ കേട്ടുകൊണ്ട് അപ്പുറത്തെ ഒരാളുണ്ടാവുമല്ലോ, ഈ ക്യാമറ എടുത്തു കൊടുക്കുന്ന ഒരു വ്യക്തി, എഡിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവില്ലേ, അവർ നന്നായി സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്റെ പൊന്നു കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ ഞാൻ അങ്ങനെ പറയില്ല, എനിക്കറിയില്ല. ഞാനൊരു പൊതുവേ ഉള്ളൊരു സിറ്റുവേഷൻ പറയണേ. ഇതിന് ഈ ഒരു വകുപ്പിൽ കിട്ടുന്ന കാശടിക്കാനും ആൾക്കാരുണ്ടാവുമോ? ഇവരെ ചേച്ചിയും ഭർത്താവും ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. ഇനി അങ്ങനെ വല്ല പരിപാടി ഉണ്ടോ? ഇതിന് ഈ ക്യാൻസറിൻ്റെ ഇതിൽ കിട്ടുന്ന പൈസ അടിക്കാനുള്ള വല്ല പരിപാടി ഉണ്ടാവും ഇതാക്കി കൊടുത്തിട്ട് യൂട്യൂബ് അതിനുണ്ടോ? എനിക്ക് പറയാനും പോലും. മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു. മോൻ ഗുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. പിന്നെ പാവം അതിൻ്റെ തലക്കിട്ടു കേട്ടോ. പക്ഷെ എന്തൊരു കഷ്ടം. ഇതിനെ പാവം എന്ന് പറഞ്ഞിടത്ത് പാവനെ പാവം എന്ന് പറയുന്നത് ആ ചക്കനെ തലക്കിട്ടു. ഇത് നീ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് പാവം പറഞ്ഞുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ ചെയ്തത്. അതാണ് ഇവർ പറഞ്ഞത്. നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ നോ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്ത്. നീ പറഞ്ഞുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. അപ്പോൾ കിച്ചു പറഞ്ഞിട്ടാ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. വീഡിയോ നിങ്ങൾക്കറിയാം, ലൈവ് വീഡിയോ വന്നപ്പം കിച്ചു എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് കിച്ചു എന്നോട് ഇത് സംസാരിക്കുന്നത്. അത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ കാരണം വെച്ചാൽ ആ ലിപ്പിന്റെ കേസ് അത്രയും വൾഗറായിരുന്നു. ആ ഒരു മകന് സഹിക്കാവുന്നതിന്റെ എക്സ്ട്രീം ആയിരുന്നു അത്. അമ്മമാരെ വീഡിയോസ് കാണുന്നിരിക്കുന്നില്ലേ, നിങ്ങൾക്ക് കഴിയോ? അപ്പോഴും അവൻ ചോദിച്ചെന്താ ഋതപ്പനൊക്കെ വലുതാവുമല്ലേ? കാരണം അവന്റെ കാര്യമല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. സംസാരിച്ചപ്പം ഞാൻ എന്താ പറഞ്ഞത്, കിച്ചു എത്രയോ പേര് ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണോ നിനക്ക്? എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ കിച്ചു, 2.5 ലക്ഷം രൂപ അന്നത്തെ കാര്യം കേട്ടോ. അതാണ് പറഞ്ഞത്. യെസ്, ഇപ്പൊ ഒരു ഇതെന്ന് വന്നു. അതായത് എത്രയോ പേര് ഇത് ചെയ്യുന്നു, അവർക്കൊന്നും പ്രശ്നമില്ലാത്തതാണോ എനിക്ക് പ്രശ്നം വെച്ചാൽ then what else he would say? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ കിച്ചു, അതാണ് ഞാൻ ആ പറഞ്ഞ കാര്യം. അത് കിച്ചു പുറത്തു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മ ഈ ചാറ്റ് പുറത്തു വിട്ടത്. പിന്നെ കിച്ചു മോനെ, നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറയേണ്ട ഇനിയിപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ് പിന്നെ കിച്ചുവിനെ ഇപ്പം നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊന്നും അറിയത്തില്ല. ഒന്നും അറിയാതെ എൻ്റെ മെക്കെട്ട് കയറാൻ വരരുത് ദേവിയെ, മനസ്സിലായല്ലോ? ഒന്നും അറിയാതെ എൻ്റെ മെക്കെട്ട് കയറാൻ നിങ്ങൾ ദേവിയത്. ഞാൻ ക്യാൻസർ രോഗിയാണ്. ഇനിയെങ്കിലും കിച്ചു, ഇനിയെങ്കിലും ഈ അമ്മേനെ വെറുതെ വിട. നീ എന്നെ എനിക്ക് സത്യം പറഞ്ഞ അവരെ പറ്റി പറയുന്നതിലും വിഷമമുണ്ട്. ക്യാൻസർ രോഗിയാണ്, അത് നമ്മൾ മനസ്സിലാക്കുന്നു, ഞാനത് മനസ്സിലാക്കുന്നു. ഞാൻ അതുകൊണ്ട് ഐ തിങ്ക് ഞാനിനി ഈ വിഷയത്തിൽ ചെയ്യില്ല. ബിക്കോസ് ഇങ്ങനത്തെ ഒരു വലിയൊരു കാര്യം വന്ന് നമ്മൾ സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ. ബിക്കോസ് നമ്മളിതൊരു കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ലൂപ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിന് മുന്നേ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ്. കുറേ ദിവസം ഞാൻ ഇതിലേക്ക് ഉണ്ടായിരുന്നില്ല, ഇവർ ടോപ്പിക്കേ എടുത്തിരുന്നില്ല. അപ്പം എന്താ വെച്ചാൽ നമുക്ക് ആ ചിന്ത തന്നെ ഇല്ല. സീരിയസ്ലി ഞാൻ ഇവരുടെ വീഡിയോ കാണാറില്ല. നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുത്തു വിടും. ഇവരായിട്ട് വരുന്ന വീഡിയോസ് എല്ലാം കൊടുത്തു വിടും. കാരണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരിപാടിയിലുള്ളത് കൊണ്ട് പറയാൻ തോന്നും. കാരണം ബിക്കോസ് ഞാൻ ഇതിന് മുന്നേ ഇവരെ കുറിച്ചൊക്കെ സംസാരിച്ചതാണ്, പല കാര്യങ്ങളും സംസാരിച്ചതാണ്. ഇനിയിപ്പോൾ ഈ വ്ളോഗേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇവർ ഇപ്പോൾ നമ്മൾ എതിരാളികളിൽ നിൽക്കുന്ന ആൾക്കാരോട് പറയുകയെന്നിരിക്കുക, അവനവൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ. പണ്ട് വേറൊരാളുടെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു, ആളെ പേര് പറയുന്നില്ല. അപ്പോൾ പറയും, ഒന്ന് അവനവൻ്റെ ആൾക്കാരോട് വിളിച്ച് പറയാം, മേലാൽ ഇനി എൻ്റെ പേരിൽ ചെയ്യരുത്, ഇനി ഞാൻ പറയുന്നത് എൻ്റെ ആൾക്കാരല്ല, എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ചെയ്യരുത് ദയവ് ചെയ്ത്, അത് പ്രശ്നമാണ് എന്ന് പറയണ്ടേ? നോക്കണ്ട, നീ എനിക്ക് ഗുണം ചെയ്യണ്ട, നീ എന്നെ അമ്മയെന്ന് വിളിക്കണ്ട, ദയവ് ചെയ്ത് ഒന്നും എന്നെ നീ വിളിക്കണ്ട. എനിക്ക് എന്നെ ദ്രോഹിക്കാതിരുന്നുകൂടെ നിനക്ക് ഇനിയെങ്കിലും? ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എൻ്റെ ഋതപ്പൻ, എൻ്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എൻ്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസകൾ ഞാൻ ഉറക്കമടിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമടിച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിൽ നിന്ന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. നിന്റെ അമ്മ സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയതൊട്ടുള്ള 1.5 വയസ്സുള്ള ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും പുറത്തു വിടുന്നില്ല ലഭിച്ചു. ഞാൻ അങ്ങനത്തെ ഒരു അമ്മയല്ല, ഞാൻ അങ്ങനത്തെ ഒരു സ്ത്രീ അല്ല. ഇനിയെങ്കിലും ഇതിപ്പോ അവരും എന്നോട് ചോദിക്കും,
നീ എന്താ ഇവിടെ വെച്ച് അനുഭവിച്ചതെന്ന് ചോദിച്ചാൽ എന്നെ വെറുതെ വിടുക. ഞാൻ ക്യാൻസർ രോഗമായിട്ട് ഞാൻ മല്ലിടുവാണ്. എനിക്ക് എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്നെ വെറുതെ വിടുപ്പിച്ചു. കിച്ചു എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ ആ വിഷയം എന്താണ്? ഇവർ തമ്മിൽ ഉള്ളൊരു വിഷയം, ഇവർക്കിടയിലുള്ളൊരു വിഷയം ഫ്യൂച്ചർ വരെ ബാധിക്കുന്നൊരു വിഷയം എന്ന് പറഞ്ഞിട്ട് രേണു പറയുന്നത്. ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ, ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഞാൻ ഇത് ഒരു ഇതിൽ പറയുകയാണ്, രേണുവിൻ്റെ വെൽവിഷേഴ്സൊക്കെ കാര്യം കാണുന്നുണ്ടെങ്കിൽ പറയാം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പുറത്തു വിടാതെ ഇടുക. അതും അവർക്ക് ബാക്ക് ഫയർ ചെയ്യും. ഇനി എന്ത് തന്നെ ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും സീരിയസ് പ്രശ്നം ഇവരുടെ ഭാഗത്ത് ന്യായമാണെങ്കിൽ കൂടി ഫോർ യുവർ ദിസ് നിങ്ങളുടെ നല്ല ഇതിന് പറയാണ്, നിങ്ങളിപ്പോൾ പുറത്തു വിട്ടാൽ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ചതിനേക്കാളും കൂടുതലായിരിക്കും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുക. കാരണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി. ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെഷൻ. ഞാൻ സസ്പെഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ വിഷമിച്ച് പറയുന്നതും നമ്മൾ ഉണ്ടാക്കി പറയുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. ഇതൊക്കെ കട്ട് എടുത്തിട്ട് പറയാണ്. നമുക്കൊരു വിഷമിച്ചിട്ടൊരു കാര്യം സീരിയസ്ലി പറയാം, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഈ ഒരു വീഡിയോ എടുത്ത് പറയില്ല ഒന്ന്. അപ്പോൾ അത് കട്ടെടുത്ത് പറയുക എന്നുള്ളതിൻ്റെ അർത്ഥം വെച്ചാൽ ഷീമോട് അതൊരു കോൺട്രവേഴ്സി ആക്കണം, കൺവേ ചെയ്യണം, ആൾക്കാരിലേക്ക് വളരെ കൃത്യമായിട്ടുള്ള പോയിന്റ്സ് എത്തിക്കണം. ആ ക്യാമറ ആരാ വീഡിയോ എടുക്കണാവോ? കിച്ചു, നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ ഒരു രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽ ദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ ഈ കുറ്റപ്പെടുത്തുന്നവരെ എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ അറിയണമെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ നാട്ടിലോ കൊല്ലാട് നാട്ടിലോ ഒന്ന് കിച്ചുവിനെ പറ്റി, രാഹുൽ ദാസിനെ പറ്റി തിരക്കി നോക്ക്. അപ്പൊ എനിക്കതും പറയാമായിരുന്നല്ലോ രാഹുല്. കിച്ചു, ഇനിയെങ്കിലും എന്നെ ഇനി അമ്മയെന്ന് വിളിച്ചില്ലേലും കുഴപ്പമില്ല, എന്നെ ഇനി ഉപദ്രവിക്കാതെ വിടുക. ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വരുന്നില്ല, എന്നെ ഉപദ്രവിക്കാതെ വിടുക. ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഞാൻ നിന്റെ കാല് പിടിച്ച് ഈ അമ്മ പറയാം, എന്റെ നെഞ്ചത്ത് അടിക്കാൻ പറ്റത്തില്ല, ടിക്ലൈൻ കിടക്കുന്നതുകൊണ്ട് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും. ഞാൻ കാല് പിടിച്ച് പറയുക, എന്നെ ഇനി നാക്കിട്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, കിച്ചു ഈ വീഡിയോ കാണുമെന്ന് അറിയില്ല, കാണുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നീയെങ്കിലും ഒന്നും ഉണ്ടായിരിക്കേ. ഇനി കുത്തി ഇനി എന്നെ സംസാരിപ്പിക്കരുത്. എനിക്ക് വയ്യ. ഇനി എന്റെ പേരെടുത്തിടരുത്. എനിക്ക് ഗുണം ചെയ്തില്ലേലും എന്നെ ദ്രോഹിക്കാതിരിക്കുക. എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് ഇതിനകത്തൊന്ന് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് ഒരു തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവന് മേടിച്ചു കൊടുക്കും. നിന്റെ അനിയനല്ലേ, എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ. അതിന് കണക്ക് പറഞ്ഞല്ല. അമ്മയ്ക്ക് പറയാനാണ് ഒരുപാട് കാര്യങ്ങൾ, തെളിവ് സഹിതം കാര്യങ്ങൾ അടക്കം. ഇപ്പൊ മോൻ സ്നേഹം കാര്യങ്ങളും ഒക്കെ ആയിട്ട് അച്ഛന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോശം കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് പല ആളുകളും. മോന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഇപ്പോഴും നമ്മുടെ ചേട്ടൻ അളിയന്റെ ഫോണിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്, പഴയ റെക്കോർഡുകൾ, അച്ഛന്റെ മോന്റെ സംഭാഷണങ്ങളൊക്കെ. മോൻ ഈ കാണിച്ച അമ്മയുടെ ചാറ്റ് പുറത്ത് വിട്ട പോലത്തെ അങ്ങനത്തെ ഒരു മനസ്സുള്ളവരാണ് ഞങ്ങളൊക്കെ. അതും പുറത്തു വിടത്തില്ല മോനെ, ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് ഇനിയെങ്കിലും എന്നെ വെറുതെ വിടാൻ മേലെ. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് അല്ലേ, ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടാൻ മേലെ. 11 വയസ്സിലെ സുധിച്ചേട്ടൻ അന്ന് ശ്വാസിൽ വെച്ച് എന്നെ ഏൽപ്പിച്ചപ്പം ആരുമില്ലായിരുന്നു മോനൊരു പ്രാവശ്യം അച്ഛനോട് വഴക്ക് പിടിച്ച് കൊല്ലത്ത് പോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് ഓർക്കുന്നുണ്ടോ? അവരെന്തുവാ പറഞ്ഞ മോനെ ഇങ്ങോട്ട് വരണ്ട, അവിടെ അച്ഛന്റെ അമ്മയുടെ കൂടെ നിന്നാ മതി. ഇതൊക്കെ മോനെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ മോൻ അതൊന്നും ഓർമ്മ കാണത്തില്ല. 40 ഘട്ടങ്ങളിൽ പോലും ഞാരുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിനും പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. വേറെ ആരെങ്കിലും ഇപ്പൊ നിന്നെ ഈ കൊണ്ടു നടക്കുന്നവർ ആരും ഇല്ലായിരുന്നല്ലോ. ഞാൻ ജസ്റ്റ് ഒരു കാര്യം ആലോചിക്കട്ടോ, ക്യാൻസർ വന്നിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു പേഷ്യൻ്റ്, അറിയില്ല ഒരു അവസ്ഥ കൊണ്ട് സംസാരിക്കുകയാണോന്ന് അറിയില്ല, പക്ഷെ അങ്ങനെ സംസാരിച്ചു എന്ന് വിചാരിക്കുക. ആ ഒരു സിറ്റുവേഷനിൽ അവരിങ്ങനെ വർത്തമാനം പറഞ്ഞു വിചാരിക്കുക. ആൾക്കാർ എത്ര ഗൗരവമായിട്ട് എടുക്കും? എല്ലാവരും ഇവരെ കൂടെ നിൽക്കില്ലല്ലോ, അല്ലെ ഇങ്ങനത്തെ ഒരാളുടെ കൂടെ നിൽക്കില്ലല്ലോ. അത് നിൽക്കാതിരിക്കാനുള്ള കാരണം എന്താ? ഞാൻ നോക്കുന്ന സമയത്ത് ഇതിനൊന്നും ഇപ്പോൾ ആ ഒരു PR-കളൊന്നും ഇല്ല. ചക്കൻ ആരെയും PR കൊടുത്ത് ഏൽപ്പിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ജെന്വിനായിട്ട് ഈ ഒരു വിഷയം കണ്ടിട്ട് ഇപ്പം ഞാനൊക്കെ ഒരുപാട് ട്രൈ ചെയ്യാണ് സംസാരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇവർക്ക് വേണ്ടി സംസാരിക്കാനും കുറേ ചിന്തിച്ചു.
ഞാനന്ന് കിച്ചുവിൻ്റെ വീഡിയോ കണ്ട സമയത്ത് നമ്മൾ ഇരുന്നിങ്ങനെ ചിന്തിക്കും, സംസാരിക്കേണ്ടത് എന്തായിരിക്കും. പക്ഷെ ഒരു പോയിന്റ് വരെ അതിൽ കിട്ടുന്നില്ല. ശരിയാണ്, ഒറ്റ കാര്യം മാത്രം കിട്ടുന്നത്, ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് അവർ. സീരിയസ്ലി അവർ ജീവിതത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരാൻ ആ ഒരൊറ്റ കാര്യമാണ്. പക്ഷെ അതിൻ്റെ പോലും സിമ്പതി കളയുന്ന രീതിയിലായിപ്പോയി. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ കിച്ചു, ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നീ എന്നെ വെറുതെ വിടുക. ഇത് നിന്നെ പറ്റിയുള്ള എൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇതൊക്കെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. നിന്നെ പറ്റി, ഈ രാഹുൽ ദാസിനെ പറ്റി അല്ലെങ്കിൽ കിച്ചുവിനെ പറ്റിയുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം ഇതെന്റെ. ഇനി എന്നെ കൊണ്ട് വീഡിയോ ഇടിപ്പിക്കരുത് കിച്ചു, എനിക്ക് വയ്യ. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്, ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള. കണ്ടു, അവരത് എടുത്തെടുത്ത് പറയാൻ കേട്ടോ. പക്ഷെ അതിന് മുന്നേ സംസാരിച്ചുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു താക്കീതാണ്. ഇതായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇനി മേലാൽ നിന്റെ ഭാഗത്തുനിന്ന് ഒന്നും വരരുത്, നിർത്തുക നല്ലത്. ഇറ്റ്സ് ബെറ്റർ ലൈക്കിനോ നാളെ എന്തെങ്കിലും സംഭവിച്ചത്, ഗോഡ് ഫോർബിഡ്, ഒന്നും വരാതിരിക്കട്ടെ. പക്ഷെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് പിന്നെ അതിന്റെ ബാക്കി മനസ്താപമായിട്ട് നിൽക്കും. ഒരാളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഡോക്ടേഴ്സ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്റെ മനസ്സിനെ വേദനിപ്പിക്കരുതെന്നാണ് ചേച്ചിയോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്റെ അസുഖം. ആ ചേച്ചിയാണ് ഈ പരിപാടി ഇത് കാണുന്നില്ലേ, ആ വീട്ടിൽ, ആ ചേച്ചിയുള്ള വീട്ടിൽ നിന്നല്ലേ ഈ കണ്ട പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവർ തന്നെയാണ് ഇതിന് കൊണ്ടു കൊടുത്തിട്ടുള്ളത്. ആ ചേച്ചി തന്നെയാണ് ഇതിന് ഫോൺ കൊണ്ടു കൊടുത്തിട്ടുള്ളത്, കിച്ചുവിൻ്റെ വീഡിയോ ആണ് കൊണ്ടു കൊടുത്തിട്ടുള്ളത്. അപ്പോളോ നിങ്ങൾ ഓർത്ത ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതല്ല എന്റെ അസുഖം. നിങ്ങൾക്ക് എന്റെ സ്റ്റേജും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഡോക്ടേഴ്സ് എത്ര ശതമാനമാണ് എന്നെ രക്ഷിച്ചെടുക്കാന്നുള്ള ചാൻസ് പോലും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അറിയാതാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്നെ ഈ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ ഇത്രയും പറയത്തില്ല, ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു, ഇത്രയും ഞാൻ പറയത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ കൊണ്ട്, കിച്ചു എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചു. ഇനിയും ഇത് കിച്ചുവിനെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. നീ എന്നെ എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട, എന്നെ വന്ന് കാണണ്ട, ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ, വേണ്ട. ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്, ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്, എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്നെ വെറുതെ വിട്ടേക്ക്. നമ്മൾ ഈ ഇതോടുകൂടി ഈ ഒരു വിഷയം നിർത്തുകയാണ് കേട്ടോ. ഇതിൻ്റെ മേലെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇവരൊന്നും പറയാത്തോടത്തോളം കാലം ഇനി കാര്യങ്ങളൊന്നും പറയില്ല. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടോളൂ. ഞാനിപ്പോൾ ഇവരുടെ ഒരു ഇത് കേട്ടോ, ഈ കോലത്തിലായി. കുറച്ച് ദിവസം മുന്നുള്ള ലേണുവിൻ്റെ കമൻറ്റ് ബോക്സ് പോലെയല്ല അന്നത്തത്. ഇപ്പോൾ ഒരു അവശതയുമില്ല. ഇവനെ ആൾക്കാരുടെ മുൻപിൽ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഇരുന്ന് പറയുന്നത് എന്നെ വെറുതെ വിടുമെന്ന്. അസുഖവും പറഞ്ഞ് വീണ്ടും നെഗറ്റീവ്, കഷ്ടം. ആ കൊച്ചു പറഞ്ഞത് അതുപോലുള്ള വേഷം ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അവർക്ക് അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഇപ്പോൾ ക്ഷീണവും തളർച്ചയും ഒന്നുമില്ല. 2 ദിവസം മുൻപ് ഓരോ വാക്കും പറയാൻ എടുത്ത എഫേർട്ട് കണ്ടുകൊണ്ട് ചോദിച്ചാണ്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എങ്ങാനും കാണിക്കും എന്ന് അവനറിയോ? തന്നെ ഇങ്ങനെ കാണിക്കുന്നു അറിയോ? തുടങ്ങിയപ്പോൾ തന്നെ ഉള്ളത് ആണെന്നല്ലേ പറഞ്ഞ മെസ്സേജ്. ആ കൊച്ചിന് വിഷമം വന്ന സമയം മുതലല്ലേ അത് മാറിയത് എന്ന് പറഞ്ഞത്. രേഷ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയാൽ വീണ്ടും വയ്യാതെ ആവില്ലേ? ആദ്യം അസുഖം ഒന്ന് മാറിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് കാര്യങ്ങൾ സംസാരിക്കും. നിങ്ങൾ തന്നെ ഓരോന്ന് കുത്തി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് ഇതുവരെ എത്തി. തുടങ്ങിയപ്പോൾ ആ കൊച്ചിനറിയോ? അവൻ കാണിച്ച ആ വീഡിയോയിൽ ഉണ്ട് അവന് വിഷമം വന്നത്. അപ്പോൾ ഇട്ട ചാറ്റാണ് ഋതപ്പൻ കൂടി ഇതൊക്കെ കാണില്ല ചോദിച്ചു അവൻ മെസ്സേജ് ഇട്ടേക്കുന്നത്. നാക്കിൻ്റെ വീഡിയോ കണ്ടത് അത് അത്രയും മോശമായി എല്ലാവർക്കും തോന്നി. കറക്റ്റ്. ഇപ്പോൾ അസുഖം വന്നപ്പോൾ മലക്കം മറിഞ്ഞവരൊക്കെ അത് റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എടുത്തു നോക്ക്. ആദ്യം അസുഖം മാറാൻ പ്രാർത്ഥിക്കും. സത്യമാണത്. അതെല്ലാവർക്കും തോന്നി. നിങ്ങൾക്കൊട്ടും നാണമില്ലേ ഈ അവസ്ഥയിലും ഇത്ര ദേഷ്യത്തോടെ സംസാരിക്കാൻ? നിങ്ങൾ ആരോഗ്യമുള്ളപ്പോൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. എന്നിട്ട് നിങ്ങൾക്കൊരു അസുഖം വന്നപ്പോൾ എല്ലാവരും അതൊക്കെ മറന്ന് സ്നേഹിക്കുകയാണ് ചെയ്തത്. ഇനിയെങ്കിലും പഴയ സ്വഭാവം ഉപേക്ഷിച്ച് മകന് നാണക്കേടില്ലാതെ ജീവിക്കും. ആദ്യം ചെയ്ത വീഡിയോ ഒന്ന് കാണൂ. വീഡിയോ ഒന്നും കുഴപ്പമില്ലായിരുന്നു. ആദ്യം ചെയ്ത വീഡിയോ ഒന്നും കുഴപ്പമില്ലായിരുന്നു. കിച്ചുവിനോട് പറയാനുള്ളതാണെങ്കിൽ അവനെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നു. ഈ വീഡിയോ ഇപ്പോൾ എന്തിനാ? കറക്റ്റല്ലേ? ഇങ്ങനെയുമായിട്ടൊരു അഹങ്കാരത്തിനൊരു കുറവുമില്ല. വെറുതെ വിട്ടേക്ക്. നിങ്ങൾ നല്ല ഒരു അമ്മയായിരുന്നെങ്കിൽ കിച്ചു പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങില്ലായിരുന്നു. രേണു സമയത്ത് വെറുപ്പിക്കില്ല. ആ ചെക്കൻ്റെ പിന്നെ ലൈഫ് സ്റ്റോറി കാര്യങ്ങൾ പറഞ്ഞതാട്ടോ. ഇതെന്താ നിങ്ങൾക്ക് അറിയത്തില്ലേ അത് തെറ്റാണെന്നുള്ള കാര്യം മകൻ എന്നൊക്കെ വിട്ടു. എന്തായാലും ഒരു പോസിറ്റീവ് കമൻറ്റ് പോലും ഇല്ല. ഒരൊറ്റ പോസിറ്റീവ് കമൻറ്റ് പോലും ഇല്ല അതിന്. റിയലി സാഡ്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ആയിരുന്നില്ല. അവർക്ക് ഈ അസുഖം വന്നു പറഞ്ഞപ്പോൾ എത്ര ആൾക്കാർ അവർക്ക് സപ്പോർട്ട് ചെയ്തില്ലേ? എന്തായാലും ഇതിന് ഇനി വേറെ സംഭവം എന്താ വെച്ചാൽ ഇവരെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവരൊക്കെ തെറി വിളിക്കും. കൂട്ടത്തിൽ ആ ചെക്കനെയും വിളിക്കും. ഇനി അവൻ ഇനി പറയുമോ എന്നുള്ളത് അറിയില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. സപ്പോർട്ട് ചെയ്യുന്നവർ ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ എതിരുള്ളവരും പറയും. പക്ഷെ എന്നാലും ഞാൻ നിർത്തിയിട്ടില്ല. നമ്മളെ പരിപാടി നിർത്തിയേ. നമുക്കിതിലൊന്നും പറയാനില്ല. നമ്മളിനി ഇല്ല ഈ കളിക്ക്.
എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് നമുക്ക് അടുത്തൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.